തന്റെ പഴയ സുഹൃത്തായിരുന്ന ആൻമറിയയ്ക്കും ദിയാസനയ്ക്കും മുൻ ഭർത്താവ് ഫിറോസ് ഖാനുമെതിരെ ഗുരുതര ആരോപണമായി നടി സജിന നൂർ. താൻ പണം ചോദിച്ച് റസൂൽ പൂക്കട്ടെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പ്രമുഖ സംവിധായകനെ ഭീഷണിപ്പെടുത്തി പണം തട്ടി ഫ്ലാറ്റ് വാങ്ങിയതാണെന്ന് ആൻമറിയാണെന്നും സജിന നൂർ മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സജിന നൂറിന്റെ വാക്കുകളോടെ തുറന്ന് വായിക്കാം. ദിയാസൈനയും ആൻമരിയയും എടുത്ത് ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. ആൻമരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 കോടി രൂപ ഞാൻ റസൂലക്കയ്ക്ക് ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്ന തരത്തിൽ എല്ലാം പ്രചരിക്കുന്നുണ്ട്. എൻ്റെ വീട് ഇപ്പോഴും ജപ്തി കിടക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. ഞാൻ റസൂലുക്കയെ പണം ചോദിച്ച് വോയിസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തുവെങ്കിൽ അത് പുറത്തു വരൂ. ദേഷ്യത്തിന് ചിലപ്പോൾ പറയുമായിരിക്കാം. റസൂലുക്കയുമായുള്ള ബന്ധം ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ബ്ലാക്ക്മെയിൽ ചെയ്യണം? ഞാനും റസൂലുക്കയും തമ്മിൽ വാക്കുതർക്കമല്ല നടന്നത്. ഞങ്ങൾ ഒരുമിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിലൊന്നും ഞാൻ പകർത്തി സൂക്ഷിച്ചിട്ടില്ല. എന്തിന് ഞാൻ അത് സൂക്ഷിക്കണം? അതുമാത്രമല്ല, ഞാൻ കാരണം പണം ചെലവാക്കേണ്ടി വന്നുവെന്ന് റസൂലക്ക എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? 3 കോടിയുടെ കാര്യം ചാനലുകളിൽ നൽകിയത് ആൻമരിയയും ദിയയുമാണ്. ആൻമറിയ പ്രമുഖയായ ഒരു ഡയറക്ടറെ ഭീഷണിപ്പെടുത്തി 1.5 കോടി 2 കോടി രൂപയുടെ ഫ്ലാറ്റ് മേടിച്ചിരുന്നു. മാത്രമല്ല 60-70 ലക്ഷം രൂപ പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ FD ആയി ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം സംവിധായകനും നിർമ്മാതാവുമാണ്. പേര് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കളെല്ലാം പറഞ്ഞതിൻ്റെ പേരിൽ ആൻമറിയുമായി ഒരു ഹോട്ടലിൽ വന്നു. അവിടെ വെച്ച് താൻ ഗർഭിണിയാണെന്ന് ആൻമറി അയാളെ ഭീഷണിപ്പെടുത്തി. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊച്ചിയിലെ ഒരാളെ ഭിക്ഷാടനം ചെയ്യുന്ന വീഡിയോ മറുനാടൻ തന്നെ പുറത്തുവിട്ടിരുന്നു. അത് ആൻമറിയുടെ അച്ഛനാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഇവൾ 1.5 കോടിയുടെ ഫ്ലാറ്റ് വാങ്ങി? അക്കൗണ്ട് നിറച്ച് പണം വരും. ഇതൊക്കെ എന്നെക്കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്. ഒന്നും ഞാൻ ചെയ്തിട്ടുള്ളതല്ല. ഇവരെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ശേഷം അത് എൻ്റെ മേൽ ആരോപിക്കും. ഞാൻ റസൂൽ പൂക്കട്ടിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ഞങ്ങളെ ക്രൂശിച്ചതും വലിച്ചുകീറാൻ ഇട്ടുകൊടുത്തവരും ഇവരെല്ലാമാണ്. ദിയയുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആൻമറി ഇപ്പോഴും അയാളെ ഭീഷണിപ്പെടുത്തുന്നു. പല അനധികൃത പണവും ആൻമറിയുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇവളുമാരെ പോലെ 10ഉം 15ഉം ആൾക്കാർക്കൊപ്പം ഞാൻ പോകില്ല. ഒരാളിൽ ഒതുങ്ങിപ്പോ നിൽക്കുകയാണ്. റസൂലിൻ്റെ കാര്യങ്ങൾ ഫിറോസയ്ക്ക് നേരത്തെ അറിയാം. അയാളിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി കടം മാറ്റി വീട് സ്വന്തം പേരിൽ എഴുതിത്തരാൻ പറഞ്ഞയാളാണ് ഫിറോസ് ഖാൻ. അന്ന് അവന് നാണമില്ലായിരുന്നു. ഭൂലോക വൃത്തികെട്ടവനാണ്. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവന് കുഴപ്പമില്ല. പണം കിട്ടിയാൽ മതിയെന്നും സജിന നൂർ പറഞ്ഞു. ഫിറോസുമായി സജിനയുടെ 2ാം വിവാഹം വരുന്നു. ആ ബന്ധത്തിൽ ഒരു മകനുണ്ട് നടിക്ക്.